CCTV ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പ്രഥമ ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ പുരസ്കാര വിതരണവും സജിനി അയ്യപ്പന്റെ കഥാസമാഹാരം ഒറ്റമൈനയുടെ പ്രകാശന കർമ്മവും കൂനമുച്ചിയിൽ നടന്നു. കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പുരസ്കാര വിതരണവും പുസ്തക പ്രകാശനവും നടന്നത്. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിലെ രണ്ടുതരം ആളുകളുണ്ട്. വിശ്വസിക്കുന്നൊരാളാണ്, കലാകാരനാണ്, മറ്റേ ആൾ കലയില്ലാത്ത ആളാണ്. ഓരോ പൂവും വിരിയുന്നുണ്ടോ എന്ന് ചെന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സിൽ കലയുണ്ട് എന്നുള്ളതാണ്. അയൽക്കാരൻ്റെ നിലവിളി കേൾക്കുന്ന ഒരാൾ, അന്യരുടെ വ്യസനങ്ങളെ ചുമന്നു നടക്കുന്ന ഒരാൾ, അവരുടെ ഉള്ളിലൊക്കെ സർഗാത്മകതയുടെ ഒരുപാട് അംശങ്ങളുണ്ടെന്നുള്ളതാണ്. എല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒരു വലിയ ബോധത്തിലേക്കാണ് ഏത് കാലത്തും കല ചെന്ന് എത്താൻ എന്നുള്ളതാണ്. ഓരോ കൃതികളും ഇന്ന് എഴുതപ്പെടുന്ന കലകാലത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇന്ന് എഴുതുന്നത് നാളെ ചരിത്രമാവുകയാണെന്നുള്ളതാണ് കലയുടെ മറ്റൊരു സവിശേഷത. കലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹംസ അധ്യക്ഷനായി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ചലച്ചിത്ര നിർമ്മാതാവ് നെൽസൺ ഐപ്പ്, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സുഭീഷ് തെക്കൂട്ട്, കഥാകൃത്ത് നയന വൈദേഹി സുരേഷ്, കലാ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ TV ജോൺസൺ, സംസ്ഥാന പാഠപുസ്തക സമിതി അംഗവും കോവിലൻ ട്രസ്റ്റ് സെക്രട്ടറിയുമായ AD ആൻഡു മാസ്റ്റർ, ചലച്ചിത്ര നിർമ്മാതാവും സാംസ്കാരിക പ്രവർത്തകനുമായ അശോകൻ നമ്പഴിക്കാട്ട്, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, നാടക സംവിധായകനും ചിത്രകാരനുമായ സുനിൽ ചൂണ്ടൽ, കവി കരീം അരിയന്നൂർ, മോട്ടിവേഷൻ സ്പീക്കർ PJ സ്റ്റൈജു, CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണി എന്നിവർ സംസാരിച്ചു. സജിനി അയ്യപ്പന്റെ ഒറ്റമൈന കഥാസമാഹാരത്തിന്റെ പ്രകാശനം ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സജിനിയുടെ മാതാവ് ദേവയാനി, ഭർതൃമാതാവ് ലിസി ജോൺ എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്ത സുനിൽ ചൂണ്ടലിനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഷോർട്ട് ഫിലിം മത്സരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിന് ഇന്നിറ്റ് പ്രൊഡക്ഷൻസിന്റെ ഡെയിൻ എന്ന ചിത്രം അർഹമായി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അശ്വിൻ രാഹുലിനും, മികച്ച നടനുള്ള പുരസ്കാരം വിജീഷ് വിജയനും, മികച്ച നടിക്കുള്ള പുരസ്കാരം ഗ്രീഷ്മ അഭിക്കും സമ്മാനിച്ചു. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം അഭി വാസുദേവനും, ക്യാമറാമാനുള്ള പുരസ്കാരം വിമലിനും, മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം നീരജ് നന്ദനും സമ്മാനിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള പുരസ്കാരത്തിന് ബ്രിഡ്ജ് എന്ന ചിത്രം അർഹമായി. റഷീദ് പാറയ്ക്കൽ, VL ലിയാൻഡോ, ഷിഫ്ന ഷെറിൻ എന്നിവർക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. ജൂറി അംഗം ജീസ് ജോയ് അവാർഡ് കമ്മിറ്റിയുടെ വിശകലനം വിശദീകരിച്ചു. സജിനി അയ്യപ്പൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. എൻ്റെ ഏതെങ്കിലും ഒരു കഥ, ഒരുപാട് കഥകളൊന്നല്ല, ഏതെങ്കിലും ഒരു കഥ ഒരു പുസ്തകത്തിൽ അച്ചടിച്ച് വരണമെന്നും അത് എൻ്റെ അച്ഛൻ കാണണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഇപ്പോഴില്ല. പകരം എൻ്റെ 17 കഥകൾ ഒരു പുസ്തകമായി എനിക്ക് സ്വന്തമായി കിട്ടുമ്പോൾ അച്ഛന് പകരമായി ഞാൻ എൻ്റെ അമ്മയെയാണ് ഏൽപ്പിച്ചത്.